വീടിന്റെ താക്കോൽ കൈമാറി. കൊല്ലം പ്രവാസി ചാരിറ്റബിൾ സൊസൈറ്റി നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോലാണ് കൈമാറിയത്. കൊല്ലത്തൊരു ഇല്ലം പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചത്. ഇവിടെ ആയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ, പ്രത്യേകിച്ച് ജനത്തിൻ്റെയും കുടുംബത്തിൻ്റെയും സഹോദരങ്ങളുടെ എല്ലാവരുടെയും പേരുള്ള നന്ദിയും പ്രാർത്ഥനയും ഏറ്റവും സ്നേഹത്തോടെ നിങ്ങൾക്ക് എല്ലാവർക്കും നേരുന്നു. ദൈവം കൂടുതലായിട്ട് ഇതുപോലെ നന്മ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ദൈവം കൂടുതൽ കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊല്ലം പ്രവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് വീട് നിർമ്മിച്ചു നൽകിയത്. സാമൂഹിക പ്രതിബദ്ധത മുൻനിർത്തി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി കൊല്ലത്തൊരു ഇല്ലം പദ്ധതിയുടെ ഭാഗമായാണ് വീട് നിർമ്മിച്ചത്. കൂട്ടായ്മ വൈസ് പ്രസിഡന്റ് രതീഷ് രാജൻ, സെക്രട്ടറി ബിജു, പ്രോജക്ട് കൺവീനർ പത്മചന്ദ്ര പ്രകാശ്, സജിത്ത് എന്നിവർ ചേർന്ന് താക്കോൽ കൈമാറി. ഉല്ലാസ് കോവൂർ MLA, കൃഷ്ണേന്ദു, ശ്രീജിത്ത്, ജാസ്മിൻ യൂസഫ്, പ്രിയങ്ക, അഖിൽ തുടങ്ങിയവർ പങ്കെടുത്തു. ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പ്രവർത്തനങ്ങൾ വളരെ മാതൃകാപരമാണ്. ഈ പ്രവർത്തനങ്ങളാകെ നാട്ടിലെ പാവപ്പെട്ടവർക്ക്, സാധാരണക്കാർക്ക് ഗുണകരമാകുന്നു എന്നുള്ളത്. ഏകദേശം 500-ൽ പരം അംഗങ്ങളാണ് ഉള്ളതെന്ന് പറയുമ്പോൾ തന്നെ അവരുടെ വിഷൻ, നാട്ടിൽ എന്ത് ചെയ്യണം, ഒരുപാട് ഉണ്ടായിട്ടല്ല, ഉള്ളതിൽ നിന്നൊരംശം മാറ്റിവെച്ചാണ് ഇതൊക്കെ ചെയ്യുന്നത്. സഹജീവികളോട് കാരുണ്യപൂർവ്വം ഇടപെടാനും സഹജീവികൾക്ക് കൈത്താങ്ങാകാനും പ്രിയപ്പെട്ട സഹോദരങ്ങൾ നടത്തുന്ന ശ്രമങ്ങൾക്ക് എല്ലാ ഐക്യദാർഢ്യവും പിന്തുണയും പ്രഖ്യാപിക്കുകയാണ്. പ്രത്യേകിച്ച് നമ്മുടെ നിയോജക മണ്ഡലത്തിൽ ശ്രീ ബെന്നറ്റ്, അദ്ദേഹം ഒരു ഗായകൻ കൂടിയാണ്, കലാകാരൻ കൂടിയായിട്ടുള്ള കുടുംബത്തെ തിരഞ്ഞെടുക്കുക എന്ന് പറയുമ്പോൾ, പ്രത്യേകിച്ച് വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുമണ്ണിൽ എനിക്ക് വളരെ ആത്മബന്ധമുള്ള ഒരു പ്രദേശമാണ്. തീർച്ചയായിട്ടും ഇത്തരമുള്ള ആളുകളെ, യഥാർത്ഥ ആളുകളെ തിരിച്ചറിഞ്ഞ് കൊടുക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.